ആലപ്പുഴ പുന്നപ്പുറയിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്നത് മോഷ്ടിച്ച വൈദ്യുതിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 3 മാസമായി ഇയാൾ വൈദ്യുതി മോഷ്ടിക്കുകയായിരുന്നു. വീടിന് പിന്നിൽ കമ്പി കൊണ്ട് വൈദ്യുതി കെണി ഒരുക്കിയാണ് ഇയാൾ കൊലപാതകം നടത്തിയത്. KSEBിയുടെ പരാതിയിൽ, അതായത് മോഷണ കാര്യത്തിൽ KSEB പരാതി കൊടുത്തു. ആ പരാതിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തു. 24 എക്സ്ക്ലൂസീവ് വാർത്തയുമായി മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, യഥാർത്ഥത്തിൽ ഈ KSEBിയുടെ കറണ്ട് മോഷ്ടിക്കുന്ന ആൾക്കാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കാര്യമായിട്ടുണ്ടോ, അതോ ഇതൊരു ഒറ്റപ്പെട്ട കേസാണോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ KSEB ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബില്ല് വരുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങൾ, അതില്ലാത്ത പല സ്ഥലങ്ങളിലും ഈ രീതിയിൽ മോഷണം നടക്കുന്നുണ്ട് എന്ന് KSEBക്ക് അറിയാം. പക്ഷേ അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ പെട്ടെന്നുള്ള ഇൻസ്പെക്ഷനൊക്കെ വന്ന് KSEB അത്തരം ആളുകളെ പിടികൂടാറുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഇയാൾ 2 മാസത്തിലധികമായി, ഏകദേശം 3 മാസത്തോളമാകുന്നു ആയി വീട്ടിൽ കരണ്ട്, അതായത് വീട്ടിൽ പ്രധാനപ്പെട്ട മിക്സി, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ചെറിയ വീടാണെങ്കിലും ഇതൊക്കെ തന്നെ ഉള്ള വീടാണ്. അങ്ങനെ ഒരുപാട് ഉപഭോഗം ഉള്ളതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള മീറ്ററിൽ മറ്റൊരു കമ്പി ഘടിപ്പിച്ചുകൊണ്ട്, അതായത് അനധികൃതമായി കൂടുതൽ വൈദ്യുതി ഇയാൾ മോഷ്ടിക്കുകയായിരുന്നു എന്നാണ് പോലീസ്, ഈ KSEB മനസ്സിലാക്കിയത്. നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അത്. അതായത് ഈ രീതിയിൽ ഒരു കെണി ഒരുക്കി, വീടിന്റെ പിന്നിൽ ഒരു കെണി ഒരുക്കി ഒരാളെ കൊലപ്പെടുത്താൻ വേണ്ടി ഇയാൾ 2 മാസത്തിലധികമായി എല്ലാ ദിവസവും രാത്രി ഈ അടുക്കള ഭാഗത്ത് കെണി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. ഇതിനുശേഷം ഇവരെ 3 പേരെയും ജയിലിൽ റിമാൻഡ് ആക്കിയ ശേഷമാണ് KSEB അവിടെ ഒരു പരിശോധന നടത്തിയത്. അങ്ങനെയാണ് KSEBക്ക് ഇത് വ്യക്തമായത്. 22,000 രൂപയുടെ വൈദ്യുതി ഇയാൾ മോഷ്ടിച്ചു എന്നാണ് KSEBയുടെ നിലവിലെ കണക്ക്. ഇത് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുന്നുണ്ട്. പക്ഷേ ഈ വീട് നിലനിൽക്കുന്നത് ഈ അശ്വമ, അതായത് പ്രതി കിരണിന്റെ അമ്മ അശ്വമയുടെ മാതാവ് തങ്കമണിയുടെ പേരിലാണ് ഈ KSEB കണക്ഷൻ ഉള്ളത്. തങ്കമ്മ പരേതയാണ്. അതുകൊണ്ട് തന്നെ മകൾ അശ്വമ, അതായത് പ്രധാനപ്പെട്ട പ്രതി, 1ാം പ്രതിയുടെ അമ്മ അശ്വമയുടെ പേരിലായിരിക്കും ഇപ്പോൾ പോലീസ് കേസെടുക്കുക. നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. KSEBയുടെ ഒരു കണക്കനുസരിച്ച് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഈ രീതിയിലുള്ള മോഷണം നടക്കും. എന്തായാലും ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വൈദ്യുതി പോലും മോഷ്ടിച്ചതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.